കാശ് കൊടുത്ത് ക്യൂവില് അയ്യപ്പനെ ആദ്യമേ കണ്ടു കഴിഞ്ഞാൽ ഈ കാർമിക ദോഷങ്ങൾ പെട്ടെന്ന് മാറും. ഇത് ശരിക്ക് അയ്യപ്പനെ പണം കൊണ്ട് അളക്കാൻ പറ്റുക. കലികാലത്തിലുണ്ടായ ഒരു ദൈവം അയ്യപ്പൻ. തട്ട് കിട്ടുമ്പോൾ നല്ല ഒന്നാന്തരം തട്ട്. വെറുതെ അല്ല, ഇത്രയും അസൗകര്യങ്ങളിലും കോടിക്കണക്കിന് ആൾക്കാരാണ്. അയ്യപ്പൻ്റെ ഇതിൽ എന്തെങ്കിലും ഹിതകരമല്ലാത്ത രീതിയിൽ വന്നാൽ ആ വ്യക്തികൾക്ക് വാദസംബന്ധമായ അസുഖം വരുന്നതാണ് തിരുവേനി പറയുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്ന കാർമിക കാലഘട്ടത്തിലാണ്. നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. എല്ലാവർക്കും പേടിയതാണ്. ശ്രീനിവാസ ഭായ് സാർ, നമസ്കാരം. നമസ്കാരം സാറ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അയ്യപ്പ സംഗമം പമ്പയില് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. അതിലൊന്നും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പുറത്തുവിട്ട ചില രേഖകളുണ്ട്. ആ രേഖകളില് ഭക്തന്മാരായിട്ടുള്ള അയ്യപ്പന്മാരെ കാറ്റഗറി തിരിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിരുന്നു. അതായത് ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, ഇങ്ങനെ അവരെ ഓരോ രീതിയിലേക്കും കാറ്റഗറി തിരിച്ച് ഒരു 8 കാറ്റഗറി ആക്കുന്നത് കണ്ടു. ഈ 8 കാറ്റഗറിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡയമണ്ട് കാറ്റഗറിയിൽ ഉള്ളവർക്ക് അയ്യപ്പനെ നേരിട്ട് കാണാനും, അതായത് പൈസ കൊടുക്കുന്നതിനനുസരിച്ചാണ്, സംഭാവന എത്ര രൂപ കൂടുന്നോ അതിനനുസരിച്ച് ഇവരുടെ കാറ്റഗറി മാറുകയാണ്. അപ്പം ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലാകാലങ്ങളായി കാണുന്നത് ഞാനും നീയും എല്ലാം ശബരിമലയിൽ പോകാൻ വേണ്ടി കർപ്പുടത്ത് ഇരുമുടി കെട്ടി പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം അയ്യപ്പന്മാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള അയ്യപ്പന്മാരെ പൈസയുടെ കണക്കിൽ വേർതിരിക്കേണ്ടതുണ്ടോ? സ്വാമി ശരണം. ഇന്ന് ശനീശ്വരന്റെ ദിവസമാണ്. ശനിയാഴ്ചയാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വൈഫിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചോളൂ. ഞാൻ ശനിയാഴ്ച സാധാരണ കുറേ പേരെ അഡ്വൈസ് ചെയ്യുന്നതുകൊണ്ട് ശനിയാഴ്ച വ്രതം എടുക്കും, ഉപ്പ് ആഹാരം കഴിക്കാണ്ടൊക്കെ. അപ്പോൾ ചോദിച്ചാണ് ഈ ശനീശ്വരനും അയ്യപ്പനും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് വൈഫ് ഇങ്ങനെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് രവീൺ വന്നപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എടുത്തു. ഏതായാലും യാദൃച്ഛികമായിട്ട് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ആ ഒരു വിഷയമാണ്. ഇത് ശരിക്ക് അയ്യപ്പനെ പണം കൊണ്ട് അളക്കാൻ പറ്റുകയില്ല. 2, സാധാരണക്കാരുടെ അടുത്താണ് ഈ അയ്യപ്പൻ്റെ അനുഗ്രഹം സാധാരണ ആൾക്കാരിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്, ആന്ധ്ര, കർണാടകത്തിൽ നിന്ന് കാൽനടയായിട്ട് വന്ന് ശബരിമല ദർശനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ കോടീശ്വരന്മാരായിരിക്കും. ചിലർ സാമ്പത്തിക ശേഷി എല്ലാം ഉള്ള. അവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ശബരിമല ദർശനം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ സീറോയിൽ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ അടുത്ത ദർശനം ഈ മണ്ഡലകാലത്തിന് മുമ്പ് വരും. അവർ 41 ദിവസവും വ്രതം എടുക്കും. ആ സമയത്ത് വീടുകളിൽ കയറുകയല്ല, അവർ വീടിൻ്റെ മുറ്റത്തിനുള്ളിൽ കയറുകയല്ല. ഞാൻ കർണാടകത്തിൽ എനിക്ക് കാർവാർ ഭാഗത്ത് എനിക്ക് അനുഭവം ഉള്ളതാണ്. ഇപ്പോൾ അവർ ആ സമയത്ത് വീട്ടിൽ വരികയല്ല, അവർ കിടക്കുന്ന വേറൊരു സ്ഥലത്താണ്. ആ സമയത്താണ് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്നത്. സാധാരണ ശരിക്കുള്ള അയ്യപ്പ ഭക്തർ വരികയില്ല. കാര്യം നമ്മളെല്ലാവരും ജീവിക്കുന്ന കാർമിക കാലഘട്ടത്തിലാണ്. നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. എല്ലാവർക്കും പേടിയതാണ്. ഇപ്പോൾ ജ്യോതിഷന്മാരെ എല്ലാം ആശ്രയിക്കുന്നത് ഇനിയുള്ള കാലം നമ്മുടെ നല്ല രീതിയിലായിരിക്കുമോ, ആരോഗ്യകരമായിരിക്കുമോ, സമ്പൽക്കരമായിരിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഏത് ദൈവത്തെയും വിലക്കെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് പ്രയോജനപ്പെടും എന്നുള്ളത് സംശയമാണ്. കാശ് കൊടുത്ത് ക്യൂവില് അയ്യപ്പനെ ആദ്യമേ കണ്ടു കഴിഞ്ഞാൽ ഈ കാർമിക ദോഷങ്ങൾ പെട്ടെന്ന് മാറും? ഇല്ല, ഒരു കാരണവശാലും മാറുകയില്ല. കാശ് കൊടുത്ത് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ കാർമിക ദോഷങ്ങൾ മാറുകയില്ല. അതിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിച്ച്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല, ആ വ്യക്തിന് ആരുടെ അഭിമുഖത്തിൽ എന്തോ പറഞ്ഞതാണ്, ആ മന്ത്രിസഭയിൽ നിന്ന് മാറിയിട്ട് ഇദ്ദേഹം ഗുരുവായൂർ ദർശനത്തിന് വന്നു. അപ്പോൾ ആരോ ഇദ്ദേഹം സാധാരണ ക്യൂവിൽ നിൽക്കുന്ന കണ്ടുകൊണ്ട് സ്പെഷ്യലായിട്ട് കയറ്റാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ മന്ത്രിയല്ല, ഞാൻ ഭക്തനായിട്ടാണ് കാണാൻ വന്നതെന്ന്. ഗുരുവായൂർ നടന്നൊരു സംഭവം. ഇപ്പോൾ തിരുപ്പതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ്സിൽ പോകാം, നമുക്ക് നമ്മുടെ വാഹനങ്ങളിലെല്ലാം തിരുപ്പതിയിൽ പോയി ഇറങ്ങാം. പക്ഷേ എന്നിട്ടും എത്രയാണ്, ഒരു 20-21 കിലോമീറ്റർ നടന്നു പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് എന്താണ്, സാമ്പത്തിക അതൊന്നും നോക്കുന്നില്ല. അതൊരു വഴിപാടായിട്ട് 7 മലകൾ താണ്ടണം അവിടെ തിരുപ്പതിയിൽ. അതിൽ ഗാലിഗോപുരം വരെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറോളം ഒറ്റ സ്ട്രെച്ചിന് നടന്നാൽ പടിക്കെട്ടുകളാണ്, മനസ്സിലായി. അത് എന്നിട്ടും ഒരു വഴിപാടായിട്ട് നമ്മുടെ ജീവിതത്തിലെ ആ എന്താണ് പ്രാരബ്ധ
സഞ്ചിത ആഗമിക കർമ്മങ്ങൾ മാറണമെന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പം ശബരിമല തന്നെ എത്ര പേര് നടന്നു പോകുന്നു, ഈ സൗകര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല, റൂം എടുക്കാണ്ട്. ഞാൻ ഇതുവരെ ശബരിമലയിൽ പോയിട്ടുണ്ട്, കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോലും അവിടെ റൂം എടുത്തിട്ടില്ല. അവിടെ പോയാൽ അവിടെ കിടക്കണമെന്നാണ്. ഇപ്പോൾ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണപ്രാദി തിരുമേനി പറഞ്ഞിരിക്കുക, അച്ഛൻ പറഞ്ഞു തന്നിരിക്കുക, ഒരു ദിവസം രാത്രി നമ്മളവിടെ കിടക്കണമെന്നാണ്. ആ പൂങ്കാവനത്തിൽ നമ്മൾ സാധാരണ ഒരു ഇതിട്ടിട്ട് കിടക്കണമെന്നാണ്. ആ സമയത്തിൽ പന്നികൾ പോകുന്നുണ്ടാകും, ഇഴജന്തുക്കൾ പോകുന്നുണ്ടാകും, അതൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ അയ്യപ്പൻ്റെ ദാസന്മാരായിട്ട് കിടക്കണം. പണ്ട് 18-ാം പടിക്ക് മുകളിലും കിടന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പണ്ടത്തെ കുറേ 40-50 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ സാധിക്കാല്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ AC റൂമോ അല്ലെങ്കിൽ എല്ലാ സൗകര്യമുള്ള യൂറോപ്യൻ ടോയ്ലറ്റോ ഒന്നും പ്രതീക്ഷിച്ച ആൾക്കാർ അവർ വരില്ല, ശരിക്കുള്ള ഭക്തർ വരികയില്ല. കാര്യം ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, AC ഉണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, എല്ലാം ഉണ്ടാകുമ്പോൾ തികച്ചും നാച്ചുറലായി പ്രകൃതിദത്തമായിട്ട് യാത്ര ചെയ്യുക, അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക, അവിടെ ആ രീതിയിൽ കല്ലും മുള്ളും കാലിക്കും എത്താന്ന് പറഞ്ഞ രീതിയിൽ ചെന്ന് അതിൽ ആത്മസായുജ്യം അടഞ്ഞിട്ട് ചെന്ന് അയ്യപ്പനെ കാണുന്ന ഒരു സൗഭാഗ്യമുണ്ട്. ആ തിരക്കിനകത്ത് ഒരു നിമിഷത്തേക്ക് അയ്യപ്പൻ്റെ ദർശനം കാണാനായിട്ട് കൊതിച്ച് വരുന്ന ആൾക്കാരാണ്. അവരൊരു സൗകര്യങ്ങളും പ്രതീക്ഷിക്കുന്നത്, അവരൊരിക്കലും ഒരു കാരണവശാലും ഇതൊന്നും എടുക്കുകയില്ല. ഇപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലയ്ക്കൽ വരെ ഇപ്പോൾ വണ്ടികൾ പോകുന്നുണ്ട്. നിലയ്ക്കൽ നിന്ന് പോകുന്ന ആൾക്കാരെ എല്ലാവരെയും അയ്യപ്പ ദർശനം കാണിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സമയക്രമത്തിൽ തന്നെയാണ് അവിടെ ദർശനം. ജനസംഖ്യ കൂടി, ആൾക്കാരുടെ ഇത് കൂടിയപ്പോഴത്തേക്കും അയ്യപ്പൻ്റെ ഇത് നോക്കിയിട്ട് സാധിക്കുമെങ്കിൽ വരുന്നവർ, ഓരോ ദിവസം വന്നവർ അയ്യപ്പനെ കണ്ടു പോകുന്നവരെ നട തുറന്നു വയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഭരണാധികാരികൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ തിരുപ്പതിയിലാകെ നട അടയ്ക്കേണ്ടത് രാത്രി അരമണിക്കൂറാണ്. അതവിടെ ക്ലീൻ ചെയ്യാനാണ്. കാര്യം അത്രയ്ക്ക് ജനങ്ങളാണ് വരുന്നത്. അപ്പോൾ അവർ നട അടയ്ക്കുന്നില്ല, പൂജാ സമയത്ത് ബ്ലോക്ക് ചെയ്യും, പൂജകൾ നടന്നിട്ട് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് 23.5 മണിക്കൂറും ദർശനമാണ് അവിടെ. അല്ലെങ്കിൽ അവിടെ മാനേജ് ചെയ്യാൻ പറ്റുക ദിവസം 10,000-കണക്കിന് ആൾക്കാരാണ് വരുന്നത്. നമ്മുടെ ശബരിമലയിലും അത് തന്നെയാണ് കേട്ടോ. കാര്യം മണ്ഡലകാലം ഇത് മാറ്റാൻ പറ്റുകയില്ല. എന്താണ് ആ വൃശ്ചികം തൊട്ടുള്ളത്, അതുപോലെ മാസപൂജയ്ക്ക് 5 ദിവസം എന്നുള്ളത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുകയില്ല. അത് താന്ത്രിക വിധി പ്രകാരമൊക്കെ നോക്കിയേ പറ്റുള്ളൂ. പക്ഷെ അല്ലാത്ത പക്ഷം അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അയ്യപ്പനെ ദർശിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഈ തിരക്കിനകത്താണെങ്കിലും 18-ാം പടി കയറി ദർശിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കേണ്ടത്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും കയറി പോകുന്ന ആളുകൾക്ക് അയ്യപ്പനെ കാണാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു. പലരും ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. എത്ര എന്ന് പറഞ്ഞ് ആളുകൾ സ്പോട്ട് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ എത്ര പേര് ഒരു ദിവസം കാണിക്കും. അപ്പൊ ആ ക്യൂവും സിസ്റ്റങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പ്രോപ്പർ വേയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളുകളെ നമുക്ക് കൂടുതൽ അവരേക്ക്. ഇതിൽ ഒരു കാര്യം പറയട്ടെ രാഹുൽജി, ഞാനിപ്പോൾ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ ഭക്തരെ ദർശനം കാണിക്കാൻ പല ഉദ്യോഗസ്ഥന്മാർ കാണുമല്ലോ. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്യോഗത്തിലിരുന്ന് ഇത്രയും പേരെ അയ്യപ്പൻ്റെ ദർശനം വാങ്ങിക്കാണ്ട് പോയി എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു. കാര്യം എന്താണെന്ന്, ആ കാർമ്മികം കംപ്ലീറ്റ് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ പിന്നെ ഒരു സംശയമില്ലാത്ത കാര്യം, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട. ഈ ക്ഷേത്രത്തിലെ വരുമാനം വെച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭക്തനെ കൊണ്ടുവരുന്നത് ദൈവമാണ്. ശബരിമല ഒരു അഡ്വർടൈസ്മെന്റ് വെച്ചുമല്ല ആൾക്കാർ വരുന്നത്, ഗുരുവായൂരാരും ഇത് വെച്ചല്ല വരുന്നത്. ആ ഭഗവാനെ കാണാൻ വരുന്ന, ആ ഭഗവാനെ കാണാൻ വരുന്ന ആ ദർശനത്തിന് പല മുടന്തന്യായങ്ങളും വെച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടുവന്നാൽ അതിൻ്റെ കാർമ്മികം ഭയങ്കരമായിരിക്കും. പക്ഷേ അത് റിട്ടയർ ആകുമ്പോൾ അറിയില്ല, റിട്ടയർ ആയി കഴിയുമ്പോഴായിരിക്കും അതറിയുന്നത്. ഭയങ്കര തിരിച്ചടിയായിരിക്കും. കാര്യം ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നതിൽ ഏറ്റവും ഈ കലികാലത്തിലുണ്ടായ ഒരു ദൈവം അയ്യപ്പനാണ്. ഇപ്പോൾ ഭസ്മാസുരനെ കൊന്നതിന് ശേഷം വിഷ്ണു മോഹിനി വേഷം എടുത്ത്, ആദ്യം അമൃത് ഇത് ചെയ്യാനായിട്ട് അസുരന്മാർ, പിന്നെ മോഹിനി വേഷം എടുത്തു. അപ്പോൾ ശിവൻ പറഞ്ഞ അതാണ്, എനിക്കത് കാണണമെന്ന് പറഞ്ഞു. കണ്ട് അതിനകത്ത് സ്കലനം ഉണ്ടായെന്ന് പറയുന്നത്. ശിവന് സ്കലനം ഉണ്ടായി, വിഷ്ണു കൈ വാങ്ങിച്ചു, അതിലുണ്ടായ സന്താനമാണ് ഈ ധർമ്മശാസ്താവെന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോ വ്യാഖ്യാനമുണ്ട്. എൻ്റെ ഗുരു പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ കൈലാസത്തിലാണ് വളർന്നത്. അതുകൊണ്ടാണ് ഈ ഗണപതിയും മുരുകനും അയ്യപ്പനും ഒരേ ഇതിൽ വരുന്നത്. കൈലാസത്തിൽ വളർന്ന് പിന്നെ പന്തള രാജ്യത്ത് രാജാവും രാജ്ഞിയും ശിവഭക്തരും വിഷ്ണു ഭക്തരുമായി. ആ ആയപ്പോഴത്തേക്കും ഇവരുടെ ദുഃഖം മാറ്റാൻ എന്താണ് വഴിയെന്ന് കണ്ടിട്ട് ഈ കുഞ്ഞിനെ പമ്പാനദിക്കരെ കൊണ്ടുവരികയായിരുന്നെന്ന് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ പറയുമ്പോൾ ഇതാകുന്നു, കഴുത്തിലൊരു മണി ഉണ്ടായിരുന്നു, മണികണ്ഠൻ പേരിട്ടു. ആ കുഞ്ഞിനെ അവർ വളർത്തി. അത് ശിവൻ്റെയും നാരായണൻ്റെയും, ശങ്കരനാരായണ
ചൈതന്യമുള്ളതാണ് ശബരിമല അയ്യപ്പൻ. അപ്പോൾ തട്ട് കിട്ടുമ്പോൾ നല്ല ഒന്നാന്തരം തട്ട് കിട്ടും. വെറുതെ അല്ല ഇത്രയും അസൗകര്യങ്ങളിലും കോടിക്കണക്കിന് ആൾക്കാർ അവിടെ വരുന്നത്. എനിക്കൊന്നു ഈ ശൈവ സങ്കല്പത്തിനും വൈഷ്ണവ സങ്കല്പത്തിനും ഇടയിലുള്ള ഒരു പാലമാണ് അയ്യപ്പൻ ക്ഷേത്രം. തീർച്ചയായിട്ടും അയ്യപ്പൻ അതിന് ഇടയിലുള്ള പാലമാണ്. അവിടെ ദേവി ഇരിക്കുന്നു, മാളികപ്പുറത്തമ്മ പരാശക്തി ഇരിക്കുന്നു. താന്ത്രിക വിധികൾ ഒരേ സമയത്ത് താന്ത്രിക വിധികളും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മറ്റേ മണി മണ്ഡപത്തിലെ ഒരേ സമയത്ത് താന്ത്രിക വിധികളും ഒരേ സമയത്ത് ദൈവികമായിട്ട് ചെയ്യുന്ന വിധികളും നടക്കുന്ന ഒരു ക്ഷേത്രമാണത്. അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളതാണ് അയ്യപ്പൻ. ഇത്രയും ആൾക്കാർ അവിടെ വരുന്നു, ഈ കോടിക്കണക്കിന് ആൾക്കാരെ എല്ലാ അസൗകര്യങ്ങളും അറിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറ്റുക, എന്നിട്ടും പറഞ്ഞ് വെർച്വൽ ക്യൂ ആണെന്ന് പറഞ്ഞു. എന്നാൽ വെർച്വൽ ക്യൂ ഒരു ദർശനത്തിന് വേണ്ടിയാണ് വെർച്വൽ ക്യൂ ഇത് ചെയ്യണത്. ആരും ഒരു കംപ്ലൈൻറ്റും പറയാറില്ല, ആരും ഒരു മുദ്രാവാക്യം അവിടെ വിളിക്കാറില്ല. ആകെ വിളിക്കണ സ്വാമി ശരണം. എന്തൊക്കെ തള്ളിൽ അവിടെ ആൾക്കാരിരിക്കുന്നത്, അത് കുഞ്ഞു കുട്ടികളെല്ലാമായിട്ട്. എന്നിട്ടും അവിടെ പോകുന്ന പോലീസ് അയ്യപ്പന്മാർ അവരാലാകുന്ന സർവീസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് അയ്യപ്പനൊരു ചാൻസ് കൊടുക്കുകയാണ്. എൻ്റെ ഭക്തർ വരുന്നുണ്ട്, ഇവരെ നിങ്ങളെങ്ങനെ കാണുന്നു, ആ രീതിയിൽ നിങ്ങളെ കാണും. അത് തിരിച്ചറിയുമ്പോഴത്തേക്കും കുറേ കഴിയും. കാര്യം തിരുമേനി പറഞ്ഞറിയാം. തിരുമേനി കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. തിരുമേനി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ അധിപതിയാണ് അയ്യപ്പൻ. ഭൂതനാഥസ്ഥാനന്ദ, ഭൂതഗണങ്ങളുടെ അധിപതിയാണെന്ന് പറയും. ഭൂതനാഥസ്ഥാനന്ദ സർവഭൂതയാവര ഋഷേഷ മഹാഭാഗു. ഇത് ആ അയ്യപ്പൻ്റെ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വാദസംബന്ധമായ അസുഖം വരുമെന്ന് പറയുന്നത്. അയ്യപ്പൻ്റെ ഇതിൽ എന്തെങ്കിലും ഹിതകരമല്ലാത്ത രീതിയിൽ വന്നാൽ ഈ ആൾക്ക്, ആ വ്യക്തികൾക്ക് വാദസംബന്ധമായ അസുഖം വരുമെന്നാണ് തിരുവേനി പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പോളിയോയുടെ ഒരു എഫക്റ്റ് വന്ന് അത് ശബരിമലയിൽ ഊര് തെണ്ടിയിട്ട് ശബരിമലയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് 75-76 കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് തിരുവേനി പറയുന്നത് വാദത്തിൻ്റെ ഇതിന് അധിപതി അയ്യപ്പനാണ്. മനസ്സിലായി? നമ്മുടെ ഇപ്പോഴത്തെ വാദം എന്ന് പറഞ്ഞാൽ ആർത്രൈറ്റിസ്, അത് ഇത് പല ഇതുണ്ടല്ലോ. ഇത് ആൾക്കാർക്ക് പിടിമുറക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ട് ഭക്തനെ തൊടുമ്പോൾ നോക്കുന്നത് അയ്യപ്പനാണ്.